ശ്രീ രഞ്ജിത്ത് SP തെക്കൻ സ്റ്റാർസ് മീഡിയയുടെ സെക്കൻഡ് അവാർഡിൽ ഇന്ന് അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. സാഹസികതയിൽ ട്രിപ്പിൾ വേൾഡ് റെക്കോർഡ് നേടിയ വ്യക്തിത്വമാണ് ശ്രീ SP രഞ്ജിത്ത്. ഈ ഒരു അവാർഡ് സ്വീകരിക്കുമ്പോൾ എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അതായത് ഇപ്പം നടത്തിയത് കൂടുതലും ആഴ്സനങ്ങളാണെങ്കിൽ പോലും സാഹസിക ഇനത്തിൽ തെക്കൻ സ്റ്റാർ മീഡിയ എനിക്കൊരു അവാർഡ് നൽകിയാൽ വളരെയധികം സന്തോഷം തോന്നുന്നു. തെക്കൻ സ്റ്റാർസ് മീഡിയ അവാർഡ് നൈറ്റിൽ ഇന്ന് നമ്മുടെ അക്ഷയയ്ക്ക് ഒരു അവാർഡ് കിട്ടിയിരിക്കുന്നു. മോളെടുത്ത് ചോദിക്കാം, മോൾ എന്തിനാണ് ഇന്നത്തെ അവാർഡ്? എനിക്ക് റെക്കോർഡ് കിട്ടിയതാണ്. ബോട്ടിൽ ആർട്ടിൽ പീരിയോഡ് ടേബിൾ ചെയ്തതിന് 3 റെക്കോർഡ് കിട്ടിയായിരുന്നു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, കലാംസ് വേൾഡ് റെക്കോർഡ്, വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്, അതിലാണ് ഇത് കിട്ടിയത്. ഈ ഒരു റെക്കോർഡ് കരസ്ഥമാക്കാനായിട്ട് എന്തായാലും കുറെ കാലം കൊണ്ട് ഒരു പ്രയത്നമായിരിക്കും. ആ ഒരു അനുഭവത്തെ കുറിച്ചൊന്ന് പറയാം. ഞാൻ ഈ 10ാം തീയതി നമ്മൾ കൊറോണ ടൈമിലാണ് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോഴും ഇങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്, ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്ന് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ കിട്ടി റെക്കോർഡ്. പിന്നെ എൻ്റെ വീട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടാണ്, എല്ലാത്തിനും സപ്പോർട്ടാണ്. മോളുടെ ഈ ഒരു നേട്ടത്തെ എങ്ങനെ കാണുന്നു? വലിയ സന്തോഷമാണ്. നേരത്തെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ആദരവ് കൊടുത്തപ്പം ഏറ്റവും നല്ല ഒരു അംഗീകാരത്തിൻ്റെ ഒരു നല്ല സന്തോഷം. ഈ ഒരു സാധാരണ നമ്മളൊരു റെക്കോർഡ് കരസ്ഥമാക്കുമ്പോൾ നമുക്ക് അടുത്തൊരു പടിയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ മോളുടെ ഇനി അടുത്തുള്ള ഒരു ലക്ഷ്യം എന്താണ്? അടുത്ത് ഇനി ഒരുപാട് റെക്കോർഡ് നേടണമെന്നുണ്ട്. ഞാൻ കുഞ്ഞിലെ തൊട്ട് ഈ പേപ്പറിലാണ് ഫസ്റ്റ് തുടങ്ങി. പേപ്പർ ക്രാഫ്റ്റ് എല്ലാത്തിനും പേപ്പർ ആയിരുന്നാലും എല്ലാം വാങ്ങിച്ചു തരുന്നതും എല്ലാം പെയിന്റ് ആയിരുന്നാലും ബോട്ടിൽ കളക്ട് ചെയ്യാൻ ചേട്ടനായിരുന്നാലും കസിൻസ് ആയിരുന്നാലും ഫ്രണ്ട്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെ എല്ലാവിധ ആശംസകളും. നമ്മുടെ നെയ്യാറ്റിൻകര വിജയ് സാർ നമ്മോടൊപ്പം ഉണ്ട്. അതിലെ കലാകാരനാണ്, DDTയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. അപ്പോൾ നമ്മുടെ തെക്കൻ സ്റ്റാർസ് മീഡിയ സെക്കൻഡ് അവാർഡ് നൈറ്റാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് കലാകാരന്മാരെ അവർ കഴിഞ്ഞ വർഷം ആദരിച്ചു. ഇപ്രാവശ്യം വീണ്ടും കുറേ കലാകാരന്മാരെയും മറ്റു മേഖലയിലുള്ളവരെയും ആദരിക്കും. എന്ത് തോന്നുന്നു ഈ നിമിഷം? തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുപ്രദേശത്ത് ഇങ്ങനെ ഒരു അവാർഡ് നൈറ്റ് സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രമകരമായ ഒരു ജോലിയാണ്. പ്രത്യേകിച്ച് സിനിമയിലും സീരിയൽ മേഖലയിലും മാത്രം കാണുന്നതാണ് ഈ അവാർഡ് നൈറ്റ്. ഇതുപോലെ തിളക്കമാർന്ന ഒരു പരിപാടി സംഘടിപ്പിച്ച് ഈ നാട്ടിലെ കലാകാരന്മാരെ ആദരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിനന്ദനാർഹമാണ്. അത് ഒരിക്കലും മറക്കാൻ കഴിയത്തില്ല. അവർക്ക് ഇതിന്റെ പുറകിൽ ധാരാളം സ്ട്രെയിൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അത് നമുക്ക് തീർച്ചയായിട്ടും അറിയാവുന്ന കാര്യം കൂടെയാണ്. ഇപ്പോൾ ചേട്ടൻ ഇന്ന് കിട്ടിയ അവാർഡ് എത്രത്തോളം വിലപ്പെട്ടതാണ്? എനിക്ക് ഈ അവാർഡ് ഞാൻ അഭിനയിക്കുന്ന നാടകത്തിൽ നിന്നോ സീരിയലിൽ നിന്നോ സിനിമയിൽ നിന്നോ ഒക്കെ കിട്ടുന്നതിനേക്കാൾ വലിയൊരു അവാർഡാണ്. ശ്രീ വേലപ്പൻ സാറിന്റെ ഓർമ്മയ്ക്കായിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ തെക്കൻ സ്റ്റാർ മുഖേന നൽകിയ അവാർഡാണ്. ഇതെനിക്ക് എന്റെ നാട്ടിൽ നിന്ന് കിട്ടുമ്പോൾ വളരെ വിലപ്പെട്ടതാണ്. അഭിനയത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴുള്ള സിനിമയോ സീരിയലോ നാടകങ്ങളോ ഒക്കെ കാണുമ്പോൾ അത് പ്രൊഫഷണൽ നാടകങ്ങളിലല്ല, അല്ലാതെ തന്നെ സ്കൂൾ നാടകങ്ങളിലോ കോളേജ് തലത്തിലോ ഉള്ള അമച്ചർ നാടകങ്ങളിലൊക്കെ കാണുന്നത് വല്ലാത്തൊരു മാറ്റമാണ്. അത് കാലഘട്ടത്തിന്റെ മാറ്റമായി മാത്രം നമുക്ക് അഡ്മിറ്റ് ചെയ്യാൻ കഴിയും. ഈ അഭിനയ കലയിൽ മുന്നോട്ട് പോകട്ടെ, ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. വളരെ നന്ദി. നമ്മുടെ നാട്ടിലുള്ള ഒരു അവാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന, അതായത് ഓസ്കാർ കിട്ടും പോലെയാണ്. കാരണം നാട്ടിലുള്ള അംഗീകാരം എന്ന് പറയുന്നത് നാട്ടിലുള്ളവരെ അംഗീകരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഭാഗ്യമാണ്. ഈ വർഷം അവർ തന്നെ അത് പരിഗണിച്ചു. വളരെയധികം സന്തോഷമുണ്ട്. 22 വർഷമായിട്ട് ഞാൻ പ്രൊഫഷണൽ നാടകത്തിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സീരിയലിൽ അഭിനയിച്ചു. 5ഓളം സീരിയലിൽ അഭിനയിച്ചു. സൂര്യ TVയിലും ഏഷ്യാനെറ്റിലും 5ഓളം സീരിയലിൽ അഭിനയിച്ചു. പിന്നെ നമ്മൾ തന്നെ 1-2 ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. യുവാക്കളുടെ പുതിയ അഭിനയ രീതിയെ കണ്ട് എന്ത് തോന്നുന്നു? കുറച്ചൊക്കെ കൊള്ളാം. അതിനകത്ത് ചെയ്യുന്നത് എല്ലാം നല്ലതല്ല, പക്ഷെ അംഗീകരിക്കാൻ പറ്റാവുന്ന ഒരുപാട് റീൽസ് ഉണ്ട് അതിനകത്ത്. എല്ലാവർക്കും പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മളൊന്നും വന്ന സമയത്ത് ഒരു പ്ലാറ്റ്ഫോം ഇല്ല. എത്രയോ പേരെടുത്ത് ചോദിച്ചാൽ മാത്രമേ അന്നൊരു ചാൻസ് ഉള്ളൂ. ചാൻസ് മാത്രമല്ല, അവരുടെ അടുത്ത് അത്രയും നല്ല രീതിയിൽ അഭിനയിച്ച് കാണിച്ചു കൊടുത്താൽ മാത്രമേ അതിനൊരിതുള്ളൂ. പണ്ട് നാടക വേദികളിൽ നമ്മൾ അഭിനയിക്കുമ്പോൾ ഒരു അളവ് പോലെന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് പുറംതിരിഞ്ഞ് നിൽക്കാൻ പാടില്ല, അങ്ങോട്ട് നിൽക്കാൻ പാടില്ല, ഇങ്ങോട്ട് നിൽക്കാൻ പാടില്ല, മൈക്ക് തട്ടാൻ പാടില്ല. ഇന്നത്തെ അതൊന്നും ഇല്ല. അത് വളരെ ഫ്രീ ആയിട്ട്, അതായത് നമ്മളിപ്പോൾ എങ്ങനെ സംസാരിക്കുന്നു ഇതേപോലെയാണ് അഭിനയമായി മാറിയിരിക്കുന്നത്. പണ്ട് നമ്മൾ അത്രയും ആക്ഷൻ കൊടുത്താലേ പുറകെ ഇരിക്കുന്നവർക്ക്
ക്യാച്ച് ചെയ്യുള്ളൂ, എത്തുള്ളൂ. അത് പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളായി. മീഡിയ മാറിയപ്പോഴത്തേക്കും ഒരുപാട് മാറ്റങ്ങളായി. ഇന്നുള്ള തലമുറയ്ക്ക് ഒരുപാട് അവസരങ്ങൾ, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ അവസരങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക്. സെക്കൻഡ് സ്റ്റാർസ് മീഡിയയുടെ സെക്കൻഡ് അവാർഡ് നൈറ്റ് നടക്കുകയാണ്. എന്ത് തോന്നുന്നു? ഒരു നിറഞ്ഞൊരു സദസ്സായിട്ടാണ് എനിക്ക് അതിൽ കാണാൻ തോന്നുന്നത്. വിവിധ മേഖലകളിലുള്ളവർക്ക് കൊടുക്കുന്ന ഒരു അവാർഡ് വേദിയിൽ എനിക്ക് ഒത്തിരി ഒരു നല്ലൊരു കാഴ്ചപ്പാടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. നമ്മുടെ നാട്ടിൽ ധാരാളം ഈ പറയുന്ന അംഗീകാരം കിട്ടാത്ത, അറിയപ്പെടാത്ത ആൾക്കാരുണ്ട്. അവരുടെ കഴിവുകൊണ്ട് ഉയർന്നു വന്നിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഒരുമിച്ച് കൂട്ടാൻ കഴിഞ്ഞത് എത്രത്തോളം ഒരു എഫർട്ടാണ്. അത് ഒരുപാട് പേരെ തിരക്കി, അതായത് ഇന്ന വ്യക്തിക്ക് ആദരവ് കിട്ടിയിട്ടില്ല എന്നുള്ള ആ വിഷയം അത് എക്സിക്യൂട്ടീവ് വരുമ്പോൾ അത് ചർച്ച ചെയ്താണ് ഓരോ ഏരിയ അനുസരിച്ച് ഓരോ അങ്ങനെയാണ് അവാർഡ് നിശ്ചയിച്ചത് ഓരോ വ്യക്തിക്കും. അപ്പം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലവരെയും സമൂഹത്തിന് മുന്നിൽ അംഗീകരിക്കാതെ കിടക്കുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അവരെ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് സെക്കൻഡ് സ്റ്റാർ മീഡിയയുടെ ഒരു പൊതുവായ കാര്യം. എല്ലാ കലാകാരന്മാരും സെക്കൻഡ് സ്റ്റാർസ് മീഡിയയിൽ ഇന്നത്തെ അവാർഡിൽ സ്റ്റേജിൽ പെർഫോം ചെയ്യാനെത്തിയ ഒരു കൂട്ടം കലാകാരികളെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ് മോളെ? അമേയ, അശ്വിനി, അമല്യ, അഫിന, അനീറ്റ, ഹൃദ്യ. ഓക്കെ, നിങ്ങൾ ഏത് ഡാൻസാണ് ചെയ്യാൻ പോകുന്നത്? ഫ്യൂഷൻ ഡാൻസ് ആണ്. ഓക്കെ, ആരാ കൊറിയോഗ്രാഫി? അവര് ഒരുമിച്ച് കൊറിയോഗ്രാഫി ചെയ്ത സാധനം യൂട്യൂബ് കണ്ടിട്ടാണോ അതോ അല്ലാതെ നിങ്ങൾ തന്നെ ക്രിയേറ്റീവായിട്ട് സ്വന്തമായിട്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിന് എല്ലാവിധ ആശംസയും. ഓക്കെ, താങ്ക് യു. പ്രശസ്ത തബലാർട്ടിസ്റ്റ് സതീഷ് കുമാറായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. ചേട്ടാ, ഈ സെക്കൻഡ് സ്റ്റാർസ് മീഡിയ ഇപ്പോൾ ഒരു അവാർഡ് കൈപ്പറ്റിയിട്ടുണ്ട്. എന്ത് തോന്നുന്നു? എനിക്ക് അവാർഡെന്ന് പറയുമ്പോൾ എൻ്റെ നാട്ടില് ഞാൻ ഒരു 25 വർഷം കൊണ്ട് തബല പ്രദർശനങ്ങൾ വായിക്കുന്ന ആർട്ടിസ്റ്റാണ്. ഇപ്പം പിന്നണി കയറുള്ള വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജാസ് ജനറൽ ഷോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ നാട്ടില് എനിക്ക് സന്തോഷം എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിയില്ല. അതായത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു അംഗീകാരം എനിക്ക് കിട്ടിയത് അത് എൻ്റെ നാട്ടിൽ അതൊരു ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു സെക്കൻഡ് സ്റ്റാർസ് മീഡിയയുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ എങ്ങനെ നോക്കിക്കാണും? സത്യം പറഞ്ഞാൽ നല്ലൊരു പ്രവർത്തനമാണിത്. ഇത് ഒരുപാട് കലാകാരന്മാർ അറിയാതെ കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട്ടില് ഞാനിങ്ങനെ ഒരു തമിഴ് ആർട്ടിസ്റ്റ് ഒന്നും വളരെ കുറച്ച് പേർക്കൊക്കെ അറിയാവൂ ഞാനിങ്ങനെ ഒരു പ്ലെയർ ആണ്. പക്ഷെ ആർട്ടിസ്റ്റുകളിൽ അറിയാം, പിന്നെ എൻ്റെ നാട്ടിൽ അങ്ങനെ ആർക്കും അറിയില്ല. അപ്പോൾ ഇത് ഇവർ ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്തായാലും അറിയപ്പെടാത്ത ഒരുപാട് കലാകാരന്മാരുണ്ട്. അവര് കുറച്ച് പേർക്ക് നമ്മുടെ സമൂഹത്തിൽ അറിയാൻ പറ്റും. നല്ലൊരു പ്രവർത്തനം അവർ ചെയ്യുന്നത്. ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ ആശംസിക്കുന്നു. സെക്കൻഡ് സ്റ്റാർസ് മീഡിയയിലെ എക്സിക്യൂട്ടീവ് മെമ്പർ അനൂപേട്ട നമ്മോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മുടെ അനൂപേട്ടനോട് ചോദിക്കാം. അനൂപേട്ട, നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ഒരു അവാർഡ് നൈറ്റാണ് നടക്കുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരുപാട് കലാകാരന്മാരെ ആദരിക്കുന്നുണ്ട് പല മേഖലകളിലും. ഇതൊക്കെ ഒരുക്കിയെടുക്കാൻ എത്രത്തോളം ഒരു എഫർട്ടാണ് നിങ്ങൾ എടുത്തത്? തീർച്ചയായിട്ടും മീഡിയയുടെ പ്രസിഡന്റ് സ്റ്റാൻഡ് അദ്ദേഹത്തിനോട് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് ഉള്ള ഒരു മറ്റൊരു എഫർട്ട് തന്നെയാണ്. നമ്മുടെ ഈ മേഖലയിലുള്ള കലാകാരന്മാർ വളർത്തിയെടുക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശവും നമ്മുടെ ചിന്തയും. അപ്പം അതിനുവേണ്ടി നമ്മൾ ആദ്യമായിട്ട് ആഗ്രഹിക്കുകയും കഠിനമായിട്ട് നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കൊച്ചു കലാകാരന്മാരെ വളർത്തിക്കൊണ്ട് വരിക. അതിലുപരിയായിട്ട് നമ്മുടെ സെക്കൻഡ് സ്റ്റാർസ് മീഡിയ എന്ന ഒരു ബ്രാൻഡ് തന്നെ സിനിമ ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം അതിന് ആ ഒരു മുന്നോടി കൂടെ നമ്മുടെ ഈ പ്രവർത്തനമൊക്കെ. സെക്കൻഡ് സ്റ്റാർസ് മീഡിയ ഇനി ഒരു മുന്നേറ്റം എന്തായിരിക്കും? തീർച്ചയായിട്ടും നമുക്ക് മുന്നേറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഈ കലാകാരന്മാരെ കൂട്ടിയിണക്കിക്കൊണ്ട് തന്നെയാണ്. ഒരുപാട് കലാകാരന്മാരെ കൂട്ടിയിണക്കിക്കൊണ്ട് നമ്മുടെ പ്രവർത്തന മേഖല കൂടെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ തീരുമാനവും. എല്ലാവിധ ആശംസകളും. താങ്ക് യു. You are watching TV Next. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക.